പേജ് നമ്പർ 71 പ്രോബ്ലംസ്. കാണ്ട് യു റൈറ്റ് ദ ഫോളോയിങ് നമ്പേഴ്സ് ആസ് ഫ്രാക്ഷൻ. താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സ് നമുക്ക് ഫ്രാക്ഷനിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം 45.6. അപ്പോൾ ഇതെങ്ങനെ ഫ്രാക്ഷനാക്കി എഴുതാം? ഈക്വൽ ഇട്ടിട്ട് 456 എന്ന് എഴുതണം. പോയിൻ്റ് ഇടാൻ പാടില്ല. 456 ഡിവൈഡഡ് ബൈ താഴെ 1 ഇട്ടിട്ട് ക്വസ്റ്റ്യനിൽ പോയിൻ്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ പോയിൻ്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ് അല്ലേ, പോയിൻ്റ് കഴിഞ്ഞ് ഒരു 6 ആണല്ലോ, അപ്പോൾ ഒരു ഡിജിറ്റ്, അപ്പോൾ ഒരു 0 ഇടണം. അപ്പോൾ ആൻസർ എങ്ങനെയാണ്? 456 ഡിവൈഡഡ് ബൈ 10. അടുത്ത പ്രോബ്ലം 45.06 ഈക്വൽ പോയിൻ്റ് ഇടാതെ ആ നമ്പർ ഫുള്ളും എഴുതണം. എത്രയാണ്? 4506 എന്ന് എഴുതുക. ഡിവൈഡഡ് ബൈ താഴെ 1 ഇട്ടിട്ട് ക്വസ്റ്റ്യനിൽ പോയിൻ്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കുക. 2 ഡിജിറ്റാണ് ഉള്ളത്, അപ്പോൾ ഇത് 20 ഇടണം. അപ്പോൾ എത്രയാണ്? 100. 4506 ഡിവൈഡഡ് ബൈ 100. തേർഡ് വൺ 45.67 ഈക്വൽ ആ നമ്പർ അതുപോലെ എഴുതണം, പോയിൻ്റ് ഇടാൻ പാടില്ല. 4567 ഡിവൈഡഡ് ബൈ 1 എഴുതിയതിന് ശേഷം ക്വസ്റ്റ്യൻ നോക്കുക. പോയിൻ്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ട്? 2 ഡിജിറ്റ് ഉണ്ട് അല്ലേ, അപ്പോൾ 20 ഇടണം. അപ്പോൾ ആൻസർ 4567 ഡിവൈഡഡ് ബൈ 100. ഫോർത്ത് പ്രോബ്ലം 4.506 ഈക്വൽ പോയിൻ്റ് ഇടാതെ ആ നമ്പർ എടുത്തെഴുതണം. 4506 ഡിവൈഡഡ് ബൈ താഴെ 1 ഇട്ടിട്ട് ക്വസ്റ്റ്യനിൽ നോക്കുക. പോയിൻ്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ട്? 3 ഡിജിറ്റ് ഉണ്ട്, അപ്പോൾ ഇവിടെ താഴെ 30 ഇടണം. അപ്പോൾ എങ്ങനെ എഴുതാം? 4506 ഡിവൈഡഡ് ബൈ 1000. ഓക്കെ. ലാസ്റ്റ് വൺ 456.07 ഈക്വൽ ആ പോയിൻ്റ് ഇടാതെ നമ്പർ എടുത്തെഴുതാം. 45,607 ഡിവൈഡഡ് ബൈ 1 ഇടുക. ക്വസ്റ്റ്യനിൽ പോയിൻ്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കുക. 2 ഡിജിറ്റാണ് ഉള്ളത്, അപ്പോൾ ആൻസറിൽ 20 ഇടണം. അപ്പം എങ്ങനെ എഴുതാം? 45,607 ഡിവൈഡഡ് ബൈ 100. ഓക്കെ. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കി പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാം. താങ്ക് യു.